എല്ലാവരും നല്ല പോസിറ്റീവ് പറഞ്ഞിട്ട് പോകുന്നു. എല്ലാവരും എനിക്ക് ആ പടത്തിന്റെ കണക്റ്റീവ് ഇപ്പൊ ഓൺലൈൻ മാധ്യമങ്ങൾ വരാറില്ല. അത് അശ്വിൻ ഗോപൊക്കെയാണ് അത്യാവശ്യം 90% എങ്കിലും സിനിമയുടെ റിവ്യൂ കറക്റ്റായിട്ട് പറയുന്നത്. പക്ഷെ പലരും എനിക്ക് പോസിറ്റീവ് റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാൻ പോയിട്ട് വളരെ വിഷമത്തോടെ ആ പടം വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞാൽ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പടം ഇറങ്ങുമ്പോൾ അതിന്റെ കറക്റ്റ് റിവ്യൂ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ കറക്റ്റ് പൾസർ എനിക്ക് ആ പടം ഒരുക്കിയിട്ട് വേണം. അതിന് ഫസ്റ്റ് എക്സാമ്പിൾ ആണ് പൊന്മ എന്ന സിനിമ. പൊന്മ എന്ന സിനിമ എല്ലാ പടത്തിലും നല്ല റിവ്യൂ ഉണ്ട്. അങ്ങനെ വിചാരിച്ച് അതിന്റെ ക്രിയേറ്റീവ് പോയില്ല. ആ പടം മലയാളത്തിൽ ഏറ്റവും ബെസ്റ്റ് അത് പലരുടെ അത് തെറ്റല്ലേ? അശ്വൻ ഗോക്ക് പറയണ അവനായിരിക്കും 90%. നമുക്കൊന്നും അല്ലാട്ടോ. നിന്റെയാന്ന് പറയണം നീ. അല്ല നിന്റെയാന്ന് പറയണം. അല്ല ഞങ്ങളൊക്കെ ഉള്ള നിന്റെയാന്ന് പറയണത്. അശ്വൻ ഗോക്ക് പറയണ 90% നിന്റെയാന്ന് പറയണം. നിന്റെയാന്ന് പറഞ്ഞോ. ആ നിന്റെയാന്ന് പറയാം. ബാക്കിയുള്ളവരെന്ന് പറയണ്ടത്. നമ്മളൊക്കെ വിഡ്ഢികളാവൂലേ? അങ്ങനെ തന്നെ പറയണം. ആ നിന്റെന്ന് പറയാം. ആ അത് ഓക്കെ. ബാക്കിയുള്ളവരെ പറയല്ലേ? പൊന്മാൻ ഇഷ്ടപ്പെടണമെന്നില്ല. നീ പറയണം പൊന്മാൻ ഗംഭീര സിനിമയാണെന്ന്. പക്ഷെ ഈ പൊന്മാൻ ഇഷ്ടപ്പെടാത്ത എത്രയോ പേരുണ്ടാവും. നമുക്ക് ഉണ്ടാവും. സിമ്പിൾ അല്ലേ? നീ ഒരാളെ വിശ്വസിച്ചിട്ടല്ലോ റിവ്യൂ കണ്ടിട്ടാണ് നീ സിനിമ ചിലപ്പോ ആയിരിക്കും. എന്റെ കേസിലല്ല. അപ്പൊ പിന്നെ അത്രയുള്ള അതിനുള്ള ഉത്തരം. അതുകൊണ്ട് നീ എന്നോട് ചോദിക്കാം എന്തുകൊണ്ടാണ് റിവ്യൂസ് കറക്റ്റായിട്ട് റിവ്യൂ? ഞാൻ റിവ്യൂ നാളെ ഞാൻ റിവ്യൂ അവിടെ അടിയുണ്ടാക്കും. അത്രയുള്ള റിവ്യൂ ഉണ്ടാക്കുന്ന അടിസ്ഥാനപരമായ റിവ്യൂ എന്തിനാന്ന് എനിക്കറിയാമോ? എന്തിനാ ഇതെല്ലാം നീ ചോദിച്ചെന്താ വെച്ചാൽ എന്താണ് ഇവരൊന്നും കറക്റ്റ് പറയാത്തതെന്നുള്ളതാണ് നമ്മളെ ചോദ്യം. പിന്നെ നമ്മളെ OTT കേസ് നീ ചോദിച്ചാല് OTT വരുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് അറിയുന്നത്. അത് തെറ്റാ. കാരണം അറിയുമോ, ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം. മനസ്സിലായില്ല? അപ്പൊ ഞാനൊരു സിനിമ ഇതേപോലെ സിനിമ തിയേറ്ററിൽ കണ്ടു. ഓക്കെ, എനിക്ക് ആ സിനിമ തിയേറ്ററിൽ കണ്ടില്ല. കാണാത്ത സിനിമ ഞാൻ OTT അത് തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് ആയ സിനിമയാണ്. ഓക്കെ, ആ സിനിമ കണ്ടിട്ട് പിന്നെ ഞാൻ OTT വരുമ്പോൾ കാണുന്ന സമയത്ത് ഞാൻ ഇതേപോലെ തന്നെ ഞാനൊരു ഡിസ്കഷനിൽ ഞാൻ ഇപ്പം അശ്വിനിന്റെ അടുത്ത് അവരുടെ തന്നെ സംസാരിക്കുന്നതിനോട് ശേഷം ഞാൻ ചോദിച്ചു ഇതെന്താണ്, ഇത് ഭയങ്കര അഭിപ്രായമുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് അശ്വിൻ തന്നെ പറഞ്ഞു ആരാ ഇത് റിവ്യൂ തന്നെ അവൻ പറഞ്ഞത് ഞാൻ തിയേറ്ററിൽ കാണണം. തിയേറ്ററിൽ ആ സൗണ്ട് അല്ലെങ്കിൽ ആ സൗണ്ടിന്റെ കൂടെയും അല്ലെങ്കിൽ തിയേറ്ററിൽ നമുക്കത് ആ ഒരു ഇത് പരിപാടി വേറെ തന്നെയാണ്. അത് ചില സാധനങ്ങൾ അങ്ങനെ കണ്ടാൽ മാത്രമേ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു വലിയ മോബിന്റെ കൂടെ ഒരു മാസിന്റെ കൂടെ കാണുമ്പോൾ ചില സിനിമകൾ നമ്മൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കും. ചില തമാശ സിനിമകൾ, ചില ത്രില്ലർ. പക്ഷെ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്ന സമയത്ത് നമുക്കെല്ലാം ചിലപ്പോൾ ദിവസം നമുക്കെല്ലാം പാഴ്ചകളും മനസ്സിലാവും. നമ്മളെ 2-3 ദിവസം എടുത്തിട്ടില്ല പല സിനിമകൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഒന്നും പറയാനില്ല. ഇത് എന്തുകൊണ്ടാണ് അവൻ കറക്റ്റായിട്ട് റിവ്യൂ പറയാത്തത്? നമ്മൾ റിവ്യൂ നോക്കിയിട്ടാണോ? ഇത് എത്രയോ ആൾക്കാർ റിവ്യൂ നോക്കി പോകുന്ന ആൾക്കാർക്ക് പോകുന്നവർ പോട്ടെ, നീ അങ്ങനെ പോകണ്ട. അത് അതിനെ കുറിച്ച് പറയണോ? വലിയ കൂടുമ്പോ അതും കൂടെ എന്താ അവന്റെ നമ്പർ അതിനാണ് ഞാൻ ആളെ കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നമുക്ക് ഏറ്റവും റിവ്യൂ എല്ലാ റിവ്യൂവിലും യുനാനിമസ് ആയിട്ട് പറഞ്ഞൊരു കാര്യം സിബിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ഗംഭീരമായിരുന്നു. അത് ഈ സിനിമയുടെ ഒരു പരിധി വരെ ഞാൻ രാത്രി സിബിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തു. എന്നുവെച്ചാൽ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് അല്ലെങ്കിൽ സിനിമയെ പിടിച്ചു നിർത്തിയത് തന്നെ എല്ലാവരും പറഞ്ഞു. ഞാൻ വായിച്ച കണ്ട എനിക്ക് അയച്ചെന്ന റിവ്യൂസിലൊക്കെ തന്നെ എടുത്ത് പറഞ്ഞ കാര്യം ഈ സിനിമയുടെ സ്കോറിംഗ് ഗംഭീരം. അവസാന വാക്ക് ഡോക്ടർ റോണി. ഇതിനെ കാണാൻ പ്രത്യേകിച്ച് കാരണമൊന്നും തേടേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ തന്നെ റിവ്യൂസ് നല്ലതാണ്, അവരുടെ അഭിപ്രായം നല്ലതാണ്. പക്ഷെ അത് സ്വന്തം അഭിപ്രായമായിട്ട് എടുക്കാതിരിക്കുക എന്നുള്ള മാത്രമേ എനിക്ക് പറയുള്ളൂ. നിങ്ങളുടെ അടുപ്പമുള്ള ആരെങ്കിലും സിനിമ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, അല്ലെങ്കിൽ ഇവിടെ പോയി കാണുക. ഈ പറഞ്ഞ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ തന്നെ KGF ചാപ്റ്റർ 1 ഇവിടെ ഭയങ്കരമായിട്ട് എന്താ പറയാ ക്യൂവിന്റെ അത്ര ഓടിയൊരു സിനിമയായിരുന്നു. ഞാൻ ശരിക്കും OTT കണ്ടതാണ്. അപ്പൊ നമുക്കത് പിന്നെ OTT മനസ്സിലായി ഇത്രയും
അത് ഒരിക്കലും ആ തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാവാൻ പറ്റാത്ത ഒരു സിനിമയാണ്. അപ്പൊ ചില സിനിമകൾ നമുക്ക് തിയേറ്ററിൽ കണ്ടാൽ മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ. ഇതങ്ങനെ തിയേറ്ററിൽ കാണേണ്ടതായ വിഷ്വലി ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള നല്ല പെർഫോമൻസുള്ള ഒരു സിനിമയാണ് തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. ഇറങ്ങി പുറപ്പെടുന്ന ചോദ്യം വരും, അത് ചേച്ചി ഉത്തരം പറയേണ്ടി വരും. അപ്പോ ചേച്ചിയുടെ ധൈര്യം നമ്മളിവിടെ ഇതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. എന്തായാലും സന്തോഷം, ഒരുപാട് സന്തോഷം. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന റിവ്യൂസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നോർമൽ ഓഡിയൻസിന്റെ ഒപ്പീനിയൻ ആയിക്കോട്ടെ, എല്ലാം തന്നെ എബോവ് ആവറേജ്, ആവറേജിന് മുകളിൽ അല്ലെങ്കിൽ വെരി ഗുഡ് എബോവ് ആവറേജ് എന്നുള്ളതൊക്കെ തന്നെയാണ് നമുക്ക് വന്ന് കിട്ടിയ അഭിപ്രായങ്ങളെല്ലാം തന്നെ. അപ്പം ഇന്നത്തെ കാലത്ത് വാച്ചബിൾ അല്ലെങ്കിൽ പാസബിൾ എന്ന് പറയുന്ന ഒരു സിനിമ അഭിപ്രായം തന്നെ വലിയ കാര്യമാണ്. അപ്പം ഇപ്പൊ തിയേറ്ററിൽ വരുന്ന ആൾക്കാർ തന്നെ എനിക്ക് തോന്നുന്നു വേർഡ് ഓഫ് മൗത്തിലൂടെ വന്ന ആൾക്കാരാണ് കൂടുതലും. ഒരു 90% ആൾക്കാരും സിനിമ കണ്ട് അഭിപ്രായം കേട്ട് അറിഞ്ഞു വരുന്ന ആൾക്കാരാണ്. റിവ്യൂസ് ആയിക്കോട്ടെ, ക്രിറ്റിക്സ് ആയിക്കോട്ടെ, നമുക്ക് ഇതുവരെ വന്ന റിവ്യൂസ് എല്ലാം തന്നെ ആരും ഒരാൾ തന്നെ മോശം എന്ന് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ വലിയ കാര്യം. അപ്പൊ എന്തായാലും നമ്മൾ എടുത്തൊരു എഫേർട്ടിന്, അല്ലെങ്കിൽ എല്ലാവരുടെയും ടീം എഫേർട്ടാണ്, ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു. ചേച്ചി എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ പ്രോജക്റ്റ് ഞാൻ അത്യാവശ്യം എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ 1.5-2 വർഷത്തോളം എനിക്ക് ഗ്യാപ്പാണ്. മ്യൂസിക് ഡയറക്ഷൻ ബേസ് ഞാൻ വേറെ പടങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു ഗ്യാപ്പിന് ശേഷം എനിക്ക് വന്നൊരു പ്രോജക്റ്റായിരുന്നു. 2 കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ച് ഈ പ്രോജക്റ്റ് എനിക്ക് ചെയ്യാൻ എന്നെ ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഓഫ്കോഴ്സ് ബീറ്ററിന്റെ പടമായതുകൊണ്ട്, സെക്കൻഡ് എനിക്ക് ഇന്റർവ്യൂവിൽ ഫസ്റ്റ് ഒരു ചെറിയൊരു കട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഒന്ന് കാണാൻ പോകുന്നത്. അപ്പൊ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ബാക്കിയുള്ള ടെക്നിക്കലി ബാക്കിയുള്ള വിഷ്വൽ സൈഡ് ഭയങ്കര ക്വാളിറ്റി ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അവർക്ക് ഓൾറെഡി അവർ തന്നെ അവർ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന പടത്തിന്റെ സ്ക്രിപ്റ്റിംഗ് സ്റ്റേജ് തന്നെ അവര് എന്ത് സൗണ്ട്സ്കേപ്പ് ആയിരുന്നു വേണ്ടതെന്നുള്ളത് അവർക്ക് ഭയങ്കര ഡെഫിനറ്റ് ആയിരുന്നു. ഈ കുറച്ച് റെട്രോ സിങ്ക്. അപ്പം എന്നെ സംബന്ധിച്ചും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ജോണറായിരുന്നു. അപ്പം ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ എനിക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവസാനമായിട്ട് ഈ പ്രോജക്റ്റിലേക്ക് ഇന്ന ഒരു ടെക്നീഷ്യനാണ് ഞാൻ. അവസാനമായിട്ട് ഫയൽസ് ഡെലിവറി ചെയ്യുന്ന ഒരു ടെക്നീഷ്യനാണ് ഞാൻ. അപ്പൊ മൊത്തത്തിൽ നന്നായിട്ട് വന്നു. എനിക്ക് പേഴ്സണലി മൊത്തം പ്രോജക്റ്റിന് എല്ലാവരും നല്ലതെന്ന് പറയുന്നുണ്ട്. പിന്നെ സ്കോറിനും നല്ല അഭിപ്രായം കിട്ടുന്നുണ്ട്. ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമകൾ അഭിനയിക്കുന്നതിന്റെ പേരിൽ പലപ്പോഴും ആരോപണം നേരിട്ടിട്ടുണ്ട്. അവർക്കുള്ള മധുരം നിറഞ്ഞ പ്രതികാരവും പകരം വീട്ടിലും കണക്ക് തീർക്കലുമാണോ ഈ ചിത്രത്തിന്റെ വിജയം? അങ്ങനെയൊന്നും ആക്കണ്ട. ഞാൻ ആക്കിയല്ല, സത്യമായിട്ട് ആക്കിയല്ല. കഴിഞ്ഞ ചോദ്യം തെറ്റിദ്ധരിച്ചു. ആക്കിയതല്ല, കഴിഞ്ഞ റിലീസിന് മുമ്പുള്ള അങ്ങനെ പറഞ്ഞ പ്രതികാരമൊന്നുമില്ല. കാരണം ഇതിനെ തുടർന്ന് സിനിമകൾ വരുമല്ലോ. അപ്പൊ പിന്നെ ഇപ്പൊ വെറുതെ തീരുമാനം കാര്യമില്ല. കാരണം സിനിമയാകുമ്പോ അത് ഓടും, ചിലത് ഓടാതെ പോവും. അപ്പൊ ഇത് ഒരു ഓൺഗോയിങ് പ്രോസസ് ആണല്ലോ. അപ്പൊ അതിനിടയിൽ ചില സിനിമകൾ ഓടും, ചില സിനിമകൾ, നമ്മുടെ കേസിൽ മിക്ക സിനിമകളും ഓടാതെ പോകുന്നു, ചില സിനിമകൾ ഇടയ്ക്ക് ഓടുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രതികാരമൊന്നുമില്ല. ഒരു സിനിമ ഒന്നിൽ ഓടിയല്ലോ എന്നുള്ളതിന്റെ ഒരു സന്തോഷം ഇവിടെ പങ്കെടുക്കുന്നു മാത്രം. കാരണം ഇനി വരാനിരിക്കുന്ന പല സിനിമകളും ഓടണമെന്നില്ല, അല്ലെങ്കിൽ ചിലത് ഓടാം, ഓടും. അല്ല, കേക്ക് മുറിച്ച പഠിക്കുന്ന മധുരം നിറഞ്ഞ പ്രതികാരമാണ്. അതുകൊണ്ടാ വിജയാഘോഷത്തിന് കേക്ക് മുറിക്കും സാധാരണ. എന്നാലും എനിക്ക് എങ്ങനെ പെട്ടെന്ന് ഫീൽ ചെയ്തു. ചുമ്മാ അല്ല, അങ്ങനെയല്ല. ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന അനുഭവങ്ങളാണല്ലോ. കേക്ക് മുറിക്കുക, സക്സസ് സെലിബ്രേഷൻ, സക്സസ് പ്രസ് മീറ്റുകൾ. ഇപ്പൊ അടുത്ത് പ്രിൻസിന്റെ സക്സസിന് വരാൻ പറ്റി, അതിനെ തുടർന്ന് വീണ്ടും ഒരു കുഞ്ഞു സക്സസ്. അപ്പൊ എന്തായാലും സന്തോഷം. ഇത്രയും എല്ലാ ആശംസകളും തൊട്ട് കാണുകയാണ് നമ്മൾ. കണ്ടിട്ടുണ്ട്. അത് എന്നോടല്ല, നിങ്ങൾ പറയാം. നമ്മുടെ വേണം തോന്നി. അപ്പൊ അതിന് പണ്ട് 90 സെക്കൻഡ് ആയതുകൊണ്ട് തന്നെ ഷാർട്ട് ഒരു കോമൺ സംഭവം ടിക്കറ്റ് കൊടുക്കാന്നേ ഉള്ളൂ. അല്ലാതെ ഷിപ്പുമായിട്ട് റോഷാക്കാണെങ്കിൽ കണക്ഷൻ ഒന്നുമില്ല. ഒരു ഗ്രാമത്തിൽ നമുക്ക് പീസ് കിട്ടാവുന്ന സാധനമാണ് ഈ ഷാപ്പിന്റെ ഒരു കഷ്ടം. ചോദ്യം ടിക്കറ്റ് കൊടുക്കുന്നേ ഉള്ളൂ. നമുക്ക് ആദ്യം ഇതിന്റെ സ്ക്രിപ്റ്റ് കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. സോ ആദ്യം സീനിയർ ആക്ടറിലേക്ക് ആയിരുന്നു അതുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഫൈനലി സ്ക്രിപ്റ്റ് കുറെ ചേഞ്ചസ് വരുത്തിയപ്പോൾ ഞാൻ പുള്ളി ഓക്കെ പറഞ്ഞു.
കിടപിടിക്കുക. അത്തരം ഇതൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അവസാനത്തെ ഇതിൽ പറഞ്ഞു വരുമ്പോൾ ഇതിൽ ശരിക്കുള്ള നായകൻ സിജിച്ചേട്ടനാണ്. ഇതിനകത്തൊക്കെ അത്യാവശ്യം ത്രില്ലർ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് സ്വഭാവമുള്ള സിനിമയാണ്. അതൊന്നും എടുത്ത് പറയണം എന്ന് തോന്നുന്നത്. അല്ല, എന്നെ വെച്ച് ചെയ്യുന്നവർക്ക് ആൾക്കാർക്കാണല്ലോ ചലഞ്ച്. അപ്പൊ അവരോട് ചോദിക്കണം. എനിക്ക് എല്ലാ റോളും ഒരുപോലെ ഇല്ലേ? എടാ ധ്യാൻ ചേട്ടൻ വിളിച്ചിട്ട് ഇവിടെ എത്തുന്ന ധ്യാൻ ഏതാ? അതെ. അങ്ങനെ ആഗ്രഹം അല്ലല്ല, അത് ചോദിച്ചാൽ നടത്തില്ല. അല്ല, എനിക്ക് അങ്ങനെ സത്യമായിട്ടും കാരണം ഇങ്ങനൊരു സിനിമ, ഒരു കഥ വരുമ്പോൾ അവര് വളരെ പാഷനേറ്റ് ആയിട്ട് അവര് മുസ്ലിം ബുക്സ് എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പാസ് ഔട്ട് ആയി അവർ ആദ്യമായിട്ട് നമ്മുടെ അടുത്തൊരു കഥയായിട്ട് വരുന്ന സമയത്ത് നമ്മൾ കാണുന്നത് അവരുടെ ഒരു പാഷനും അല്ലെങ്കിൽ അവരവിടെ നിൽക്കുക എന്നുള്ളതാണ് ആ ഫാക്ടർ. ഞാൻ പൊതുവെ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സിന്റെ കൂടെ നിൽക്കുക, അവരുടെ ഒരു കൺവിക്ഷനോടെ നിൽക്കുക. അപ്പൊ അവരുടെ എന്റെ സന്തോഷത്തിനപ്പുറം ഐ എം ഹാപ്പി ഫോർ ഈ രണ്ട് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ പുതിയ നിയോജകർ, പുതിയ ഡയറക്ടേഴ്സാണ്. അപ്പൊ നമ്മൾ കുറച്ച് വർഷമായിട്ട് ഇവിടെ സക്സസും പലപ്പോഴുള്ള സക്സസ് ആണെങ്കിൽ പോലും അതൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ പേഴ്സണലായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഈ വലിയൊരു സക്സസ് ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് അഭിനയത്തിന്റെ കാര്യത്തിൽ ഞാൻ സംവിധാനമൊക്കെ ചെയ്യുന്ന സിനിമയൊക്കെ വരുന്ന സമയത്ത് അതിലാണ് എനിക്ക് ലവാക്ഷനൊക്കെ ചെയ്ത സമയത്തൊക്കെ ആയിരുന്നു എനിക്ക് ഫസ്റ്റ് ദിവസം പടർന്നതിന് മുന്നേ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്ന സിനിമ വരുമ്പോൾ എനിക്ക് അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഭാഗമല്ലേ. ഈ സക്സസും ഈ പറയുന്ന പോലെ 2 ആഴ്ചക്ക് അപ്പുറം ഈ സക്സസ് ഒന്നുമില്ല. അപ്പം ഒരു നടനുണ്ടെന്ന് കണ്ടതാണ് നിഖിലേട്ടനായിരുന്നു. പ്രൂവ് ചെയ്തത് വർഷങ്ങൾക്ക് ശേഷം കണ്ടതാണ്. തുടരെ എല്ലാ പടത്തിലും ധ്യാന്റെ പടം ഞാൻ അഭിനയിച്ചുകൊണ്ട് പടം നോക്കുന്നില്ല. പക്ഷെ ധ്യാൻ ഇത്തരം പടങ്ങൾ ചെയ്തു. ധ്യാന്റെ ഒരു പടം ഇത്ര പടം ആക്ടിങ് ചെയ്തിട്ട് ആക്ടിങ്ങിനോട് പാഷൻ തോന്നാൻ അല്ല, എനിക്ക് പണ്ട് മുതലേ ഞാൻ ആദ്യ സിനിമ തൊട്ടേ എനിക്ക് ആ പാഷൻ ഇല്ല. അപ്പൊ പിന്നെ അത് പെട്ടെന്ന് അങ്ങനെ ഒരു പാഷൻ വരാനുള്ള സാധ്യത എനിക്ക് ആദ്യ സിനിമ തൊട്ടിട്ട് തന്നെ ഞാൻ സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പൊ എനിക്ക് ഡയറക്ടർ ആവണം എന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹവും അതൊക്കെ. പിന്നെ തിര ചെയ്തു. തിര കഴിഞ്ഞതിന് ശേഷം ഒരു വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് കുഞ്ഞിരാമായണം ബേസിലിന്റെ സിനിമ ആയതുകൊണ്ട് ചെയ്തു. ബാക്കി അജു നീരജ് ഉള്ളതുകൊണ്ട് ചെയ്തു. ഒരേ മുഖം സൗഹൃദത്തിന്റെ പുറത്ത് ചെയ്തു. പിന്നെ കൂടാതെ അതേപോലെ അജുവും ബാസിയൊക്കെ ഉള്ളതുകൊണ്ട് ചെയ്തു. അങ്ങനെ ഈ സിനിമകളൊക്കെ ഉണ്ടായത് ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെ, ഫ്രണ്ട്സിന്റെ കൂടെ പടം ചെയ്യാലോ എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്തൊക്കെയാണ്. അപ്പോഴേക്ക് ഡയറക്ട് ചെയ്യാൻ വേണ്ടി ലവാക്ഷന് പോയി. പിന്നീട് കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. അതിന്റെ കാരണമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് ഒരുപാട് സിനിമകൾ ചെയ്തു എന്നുള്ളതിന്റെ. അപ്പൊ എനിക്ക് പണ്ട് മുതൽ ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന കാര്യമാണ്, എനിക്കിപ്പോ വളരെ കുറവാണ്. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ലാസ്റ്റ് മിനിറ്റ് പോയിട്ട് പല സിനിമകളും ഏറ്റവും അവസാന നിമിഷമൊക്കെയാണ് നമ്മൾ പോയി ജോയിൻ ചെയ്യുന്നത്. പക്ഷെ ഇവര് ഞാൻ നിരന്തരമായി ഫോണിലൂടെ സിനിമ തുടങ്ങുന്നതിന് മുന്നേ ഒക്കെ ആയിട്ട് അപ്പം ഇവർ അത്രമാത്രം എന്നെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് എന്നോട് ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ട ആൾക്കാരൊക്കെ എടുത്തു പറഞ്ഞൊരു കാര്യം, ഞാൻ നന്നായി അഭിനയിച്ചു എന്നോട് കുറെ പേര് എന്നോട് വിളിച്ചു പറഞ്ഞു, നന്നായി ചെയ്തു, എന്നെ നല്ല രസമുണ്ട് കാണാൻ സിനിമയിൽ. അതിന്റെ എല്ലാ ക്രെഡിറ്റും എന്റെ സംവിധായകർക്കുള്ളതാണ്. കാരണം അവരെന്നെ അത്രമാത്രം ട്രസ്റ്റ് ചെയ്തതിനപ്പുറം എന്നെ അതിന് മാത്രം ഇൻവോൾവ് ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് നമുക്കും ആ ഇൻവോൾവ്മെന്റ്, അല്ലെങ്കിൽ അവരുടെ ഒരു പാഷൻ അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റിന്റെ പുറത്താണ് നമുക്കിനി കൂടുതൽ ചെയ്യണം, ഇത് നന്നാക്കണം എന്നുള്ള ഒരു സാധനം. ഇത് പലപ്പോഴും നമ്മൾ പല സംവിധായകരുടെ കേസിൽ കാണാത്തത് കൊണ്ട് ചില സിനിമകൾ പിന്നെ അതിനുവേണ്ടി കഥ നന്നാവണം, സിനിമ നന്നാവണം, ഓവറോൾ നന്നാവണം. ഇത് എല്ലാ ക്രെഡിറ്റും നമ്മുടെ അഭിനയം അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഇതിന് എന്താ പറയുക നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം ക്രെഡിറ്റ് മൊത്തം നമ്മുടെ സംവിധായകർക്ക് തന്നെ. യൂണിവേഴ്സിറ്റി കംപ്ലീറ്റ് ആവണമെങ്കിൽ എത്ര സിനിമ ചെയ്യാനുള്ള പ്ലാൻ? നെക്സ്റ്റ് ജാമ്പിയാണ്. നിങ്ങളതിന്റെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ്സ് കണ്ടു കാണുമല്ലോ ജാമ്പിയുടേത്. ഇത് കണ്ടപ്പോ കണ്ടിരുന്നോ? അതാണ് നെക്സ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഒരു 2 മൂവികളും ടോട്ടൽ 5 ആവും. ഈ ധ്യാനിലേക്ക് തന്നെ വരാനുള്ള കാരണം നേരത്തെ ഞാനൊക്കെ ചോദിച്ചു, ധ്യാനെ വെച്ച് ചലഞ്ചിങ് അല്ലേ ആരെയും
ഇല്ല, ഞങ്ങൾ അങ്ങനെ വീക്കെൻഡ് ഇന്ന നടനെ വെച്ച് ചലഞ്ച് അങ്ങനെ ചിന്തിക്കില്ല. നമ്മളൊരു കഥ ഇഷ്ടപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഇന്ന ആക്ടറിന് സൂട്ട് ആകും എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് അങ്ങനെയാണ്. അല്ല നമ്മൾ അതിനകത്ത് വേറെ ചിന്തിക്കാറില്ല. എന്താണ് ധ്യാൻ ചേട്ടൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ്? അത് മാത്രമല്ല, വീക്കെൻഡ് നടനപ്പുറം ഏറ്റവും കൂടുതൽ പുതുമുഖ സംവിധായകർക്ക് അവസരം കൊടുത്ത ബാനറും കൂടിയാണ്. മനസ്സിലായില്ലേ? ഇപ്പം RDX ആയിക്കോട്ടെ, കൊണ്ടൽ ആയിക്കോട്ടെ, ഇതോടൊപ്പം തന്നെ നമുക്ക് പുതിയ സംവിധായകരും കൂടെ കിട്ടുകയാണ് മലയാള ഇൻഡസ്ട്രിക്ക്. അപ്പം ആ രീതിയിൽ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയില്ല, പ്രൂവ് ചെയ്ത ആൾക്കാരല്ല പലപ്പോഴും, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് പലരുടെയും. അപ്പം അതുകൊണ്ട് ചേച്ചി അത്രമാത്രം ഇവര് ഒരു എന്താ പറയുക, ആ ഒരു സബ്ജക്റ്റിൽ ഒരു കോൺഫിഡൻസിന്റെ പുറത്താണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവര് ആ ബ്ലൈൻഡ് ആയിട്ട് ഒരു ഗ്യാമ്പിൾ എടുക്കുന്നത്. അപ്പം അത് വലിയ ധൈര്യം തന്നെയാണ് തീർച്ചയായിട്ടും. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം പറഞ്ഞാൽ മിന്നൽ മുരളിയും ഞാനും ഡിറ്റക്റ്റീവ് ഉജ്ജലുമായിട്ട് ഒരു കോമ്പിനേഷൻ ഫിലിം ഉണ്ട്. അതായത് മിന്നൽ മുരളി 2 അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് ഉജ്ജലിന്റെ 2ാം ഭാഗം വരുമ്പോൾ 2ാം ഭാഗം നിൽക്കുമോ എന്നൊരു ചോദ്യം വരുന്നു. നമ്മളിപ്പം വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളത് ക്രിയേറ്റ് ചെയ്തു. അതിൽ ഫസ്റ്റ് സിനിമയാണ് മിന്നൽ മുരളി. സെക്കൻഡ് നമ്മളിപ്പം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ചെയ്തു. അപ്പൊ ഇനി അടുത്ത 3 മൂവീസിലൂടെ പല ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ടൊരു മൂവിയിൽ ചിലപ്പോൾ ഇതിനകത്തുള്ള പല ക്യാരക്ടേഴ്സും ഒരുമിച്ച് വരുന്നതായിരിക്കും. അത് നമ്മളത് ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളാണ്. നമ്മൾ അങ്ങനെയാണ് അതിന്റെ ഡിസ്കഷൻ. ഉണ്ട്. ബോണിഫായ്ക്ക് ചോദ്യം വന്ന വഴിക്കും മുങ്ങിപ്പോയി. എക്സ്പീരിയൻസ് പേഴ്സണലായിട്ട് കുറെ നല്ല ചോദ്യങ്ങൾ ചോദിക്കും, അതിനകത്ത് തമാശ കലർന്ന അല്ലെങ്കിൽ തമാശയോടെ ഉത്തരങ്ങൾ പറയും. അതല്ല, പുള്ളി നടന്നുള്ള രീതിയിൽ തിരിച്ച് നടന്നു തന്നെയാണ്. പിന്നെ പറഞ്ഞാൽ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാള സിനിമയ്ക്ക് നഷ്ടമാണെന്ന്. പുള്ളി നല്ലൊരു എഴുത്തുകാരനാണ്, പക്ഷെ എന്തായാലും മടി പിടിച്ച് എഴുതുന്നില്ല. പുള്ളിയുടെ അടുത്ത് എനിക്ക് ഒന്ന് 2 വർഷം മുമ്പ് പറഞ്ഞിട്ടുള്ള സബ്ജക്ട്സിന്റെ ഇതിലൂടെ ഞാൻ പറയുന്നില്ല, പക്ഷെ അതുപോലെ നല്ല 1-2 സബ്ജക്ട് പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എനിക്കൊന്ന് വരും വർഷങ്ങളിൽ പുള്ളി സംവിധാനം ചെയ്യുകയോ മറ്റാർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്യുന്ന ഞാൻ മിനിമം പറഞ്ഞു. അപ്പൊ ആ ഒരു ക്രാഫ്റ്റൊക്കെയാണ് എനിക്ക് കൂടുതൽ പുള്ളിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ നമ്മൾ പല ആക്ടേഴ്സിനും വർക്ക് ചെയ്യും, അമിതമായിട്ട് ടേക്സ് എടുക്കാതെ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ. പിന്നെ പറഞ്ഞ പോലെ തന്നെ ലെജൻഡറി ഒരാളുടെ മകനാണല്ലോ, അപ്പൊ ആ ഒരു ക്വാളിറ്റി പുള്ളിക്ക് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടെക്നീഷ്യനായിട്ട് പുള്ളി ശോഭിക്കണം. അല്ലാതെ ഇത് മറ്റേ ചോദ്യം തന്നെ ഒരു സുഖമില്ലാത്ത ചോദ്യം. ഇന്റർവ്യൂവിൽ ഒരു മനുഷ്യൻ എന്താ 5 ലോകം അല്ലല്ലോ, മനസ്സിലായി, പണ്ട് മനസ്സിലായി. അപ്പോഴും എക്സ്പീരിയൻസ് കണ്ണൂർ സ്ക്വാഡിൽ എനിക്കൊരു റോൾ ഉണ്ടായിരുന്ന, എനിക്ക് കണ്ണൂർ സ്ക്വാഡിൽ ആ റോളാണ് പുള്ളി ചെയ്തത് അല്ലേ? വേഷം ഉണ്ടായിരുന്നാണ്, പക്ഷെ പുള്ളിക്ക് അധികം വയ്ക്കാത്ത പുള്ളിക്ക് കുറച്ച് ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞുകൂടി. പിന്നെ എന്റെ അച്ഛനല്ലേ ചിലപ്പോ തോന്നുന്നു. എന്റെ ആദ്യം സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ച ഒരാളാണ് കേട്ടോ അവള്. താങ്ക് യു തൊട്ടപ്പോൾ കഴിച്ചു നീ താങ്ക് യു. അതും കഴിഞ്ഞ ദിവസം പറഞ്ഞു, നരികേട്ടൊക്കെ രാത്രിയാ പോയത് അല്ലേ? ഫസ്റ്റ് തൊഴിലിനേക്കാളും ഇഷ്ടം തന്നെയാണെന്ന് പറഞ്ഞു അല്ലേ? അല്ലേ? അതെ. എന്താ നിനക്കറിയണ്ട, അച്ഛനെ പോലെ സാമ്യം തോന്നിയോ? അല്ലല്ല, അത് മനഃപൂർവ്വം അങ്ങനെ. എനിക്ക് ഞാൻ കഴിഞ്ഞ എന്നോട് BGMയുടെ ഒരു പരസ്യം ചെയ്തിരുന്നു, സന്ദേശത്തിന്റെ മറ്റേ നമ്മുടെ പഴയ സന്ദേശത്തിന്റെ മറ്റേ സ്പൂഫ് മറ്റേ സാധനം. അപ്പൊ അന്ന് ഞാൻ അനൂപാണ് ഡയറക്ട് ചെയ്തത്, സത്യനങ്ങളുടെ മോൻ അനൂപ് സത്യനെ ഡയറക്ട് ചെയ്തത്. അപ്പൊ അനൂപനോട് പറഞ്ഞു ഇങ്ങനെ സെയിം കാര്യം. സാധാരണ അച്ഛന്റെ മാനേഴ്സ് കൂടുതലും, അച്ഛന്റെ ചായ ഒക്കെ കൂടുതൽ ചേട്ടനാണ് കൂടുതലുള്ളത്. അപ്പോ അനൂപനോട് ചോദിച്ചു, ഇങ്ങനെ ചേട്ടൻ ചെയ്യുന്നതായിരിക്കില്ലേ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് ഇത് ചെയ്യാന്നുള്ള സാധനം. പക്ഷെ അത് ചെയ്തു വന്നപ്പോ കണ്ടപ്പോ എന്നോട് സത്യനങ്ങളും അല്ലെങ്കിൽ കുറെ പേര് പറഞ്ഞു കുറച്ചുകൂടെ അതിന് കുറച്ചുകൂടെ അച്ഛന്റെ കുറെ ശൈലിയൊക്കെ അതിനകത്ത് ഉണ്ടെന്ന്. അപ്പൊ എനിക്ക് ചില കാര്യത്തിനകത്ത് തോന്നി, ട്രെയിലറിലൊക്കെ ഉള്ള ആ ആടിപ്പോ എവിടെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം, അങ്ങനെ ചില സാധനം ഡയലോഗ് പറയുന്നതിനകത്തൊക്കെ എനിക്ക് കണ്ടപ്പോ 1-2 പേര് എന്നോട് പറയുകയും ചെയ്തു. അതിനപ്പുറം കഴിഞ്ഞ ദിവസം എന്നോട് അമ്മ ചോദിച്ചു,
അച്ഛനും ഇതിന്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞു എന്ന് പറഞ്ഞു. എന്താ സിനിമയുടെ പേര് ഞാൻ പറഞ്ഞു ഡിറ്റക്റ്റീവ് ഇൻഷുറൻസ് സിനിമയുടെ ചോദ്യ ചേച്ചിന്റെ പടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു ഞങ്ങളെ പോയി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സാധാരണ കാരണം ഇതിനു മുന്നേ അവർ പോയിട്ടുള്ള സിനിമകൾക്കെല്ലാം തന്നെ അച്ഛനും അമ്മക്കുള്ള പേടി നിങ്ങളെയാണ് പേടി. കാരണം നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ചോദിക്കും, ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം മോനെ പറ്റി കുറ്റം പറയാൻ പറ്റുമല്ലോ എന്ന് പേടിച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ സിനിമയെ പറ്റി കുറ്റം പറയില്ല, അങ്ങനെ പേടിച്ചിട്ട് അഭിനയിച്ചിട്ട് ഈയിടെ സിനിമ കാണാൻ പോകാറില്ല, പ്രത്യേകിച്ച് എന്റെ സിനിമ. അപ്പൊ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പോയിക്കോ, ചിത്തപ്പേരില്ല, വലിയ പ്രശ്നമില്ലാതെ പോകും, അഭിപ്രായം ചോദിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞില്ല. നല്ലതാണോ ഞാൻ വിശ്വസിക്കുമ്പോൾ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ചില സിനിമ കാണാൻ വരും രണ്ടുപേരും. അപ്പൊ എന്തായാലും നിങ്ങളെ പേടിച്ചിട്ട് ശ്രീനിവാസനെ വീട്ടിൽ കുത്തിയിരിക്കുകയാണ്, അഭിപ്രായം ചോദിച്ച് വിഷമിപ്പിക്കരുത്. നിങ്ങളെ പോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് സിനിമയിലേക്ക് വരണം, അല്ലെങ്കിൽ ആരെ ഹെൽപ്പ് ചെയ്യാതെ സിനിമയിലേക്ക് വരണം എന്നായിട്ട് ഒരുപാട് ആളുകൾ തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു പ്രൊഡ്യൂസറിനെ കണ്ടുപിടിക്കുന്നതും എന്തൊക്കെ തകർത്ത് അനുഭവിച്ചിട്ടുണ്ട്, അതുപോലെ സൂര്യമാവിനെ കൺവിൻസ് ചെയ്ത് എങ്ങനെയാണ്? ഒരു സ്ട്രഗിൾ ഇല്ലായിരുന്നു. ഞാൻ ആദ്യം ഡീലായിരുന്നു നമ്മുടെ ചെറിയൊരു ബീഫ് വെച്ചാൽ എനിക്ക് ഒരു ചാണകം പറ്റി മെൻഷൻ ചെയ്ത് 10 മിനിറ്റ്സിലേക്ക് റിപ്ലൈ കിട്ടി. ഞാൻ കഥ പറഞ്ഞു, ഞാൻ വലിയ ടൂലാണ് തോന്നുന്നത് സ്റ്റോറി പറയുന്നത്. സ്റ്റുഡിയോ ഭയങ്കര ഇഷ്ടമായി. സെക്കൻഡ് ഹാഫിൽ കുറെ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് എടുത്ത് നമുക്ക് ഇൻവെസ്റ്റ് ഡിഫൈൻ ചെയ്യാനും കാര്യമില്ല. പ്രൊഡക്ഷൻ ടീം കംപ്ലീറ്റ്ലി കോപ്പറേറ്റ് ആയിരുന്നു നമ്മുടെ അടുത്ത്. സോ നമ്മുടെ സ്ട്രഗിൾ ഇല്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ സിനിമ. അപ്പോൾ പ്രീ പ്രൊഡക്ഷൻ ആണെങ്കിലും ഷൂട്ട് ആണെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷൻ മൊത്തത്തിൽ വളരെ ഈസി ആയിട്ട് പ്രോസസ് ആയിരുന്നു. സത്യം സ്ട്രഗിൾ ഇല്ലായിരുന്നു. ഞാൻ സെയിം പേജ് ആയിട്ടാണ് നമ്മൾ ഷൂട്ടിലേക്ക് പോകുന്നത്. ഇവർക്ക് അത്രത്തോളം പണം വരാത്തോണ്ട് അല്ലെങ്കിൽ രണ്ടാളൊന്നും റെഡിയാണ്. വരുന്നില്ല, അതാണ് സത്യം. ചോദിച്ചു 7 മാസമായിട്ട് വരുന്നില്ല, വരാത്തോണ്ടല്ലേ. എനിക്ക് വരുന്നു, ഞാൻ ചെയ്യുന്നു, വരുന്നു, ചെയ്യുന്നു. നമുക്കിന്നിപ്പോ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു സിനിമ കഴിയുമ്പോൾ അടുത്ത സിനിമയിലേക്ക് ഒരു കഥാപാത്രത്തിലേക്ക് വരാൻ നമുക്ക് അതിനുവേണ്ടി കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒരു വർഷം 13 സിനിമകൾ മിനിമം ചെയ്തിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷം ഞാൻ 13 ചെയ്തില്ലേ. ഞാൻ നടികളിലെ ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്, ആനന്ദ് ശ്രീബാലിൽ ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ബാഡ് ബോയ്സ് 3-4 ദിവസമാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂട്ടിയിട്ടാണ് നിങ്ങൾ 13-14 എന്ന് പറയണം. അപ്പൊ അതിനകത്ത് വെച്ചാൽ ബാക്കിയൊക്കെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം മാത്രമേ വർഷങ്ങൾക്ക് ശേഷം പിന്നെ 3 സിനിമ 4 സിനിമകൾ ഞാൻ ഉള്ളത്തിലുള്ള സിനിമകൾ നടനുള്ള ഇതില് ഇത്തരം സിനിമകൾ ചെയ്യുമ്പോഴുള്ളൊരു ഞാനൊക്കെ ചോദിക്കുന്നത് ഇത്തരം വളർച്ച കാണുമ്പോൾ എനിക്ക് ചോദ്യം മനസ്സിലായില്ല. എന്താണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്? ഓരോ ആക്ടേഴ്സ് ഞാൻ ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞത് ഓക്കെ തിരിച്ചു കൊടുക്കും. ആ നമ്മൾ അത്രയേ ഉള്ളൂ, അതിനൊരു ബന്ധമാണ്. നാളെ സിനിമയിൽ ഞാൻ വരും, അത്രയേ ഉള്ളൂ. നാളെ ഓണച്ചേട്ടൻ കണ്ടോസ്പോട്ട് വിളിച്ചാൽ പോകും. പ്രൊഡ്യൂസറിന്റെ അടുത്താണ് ഈ സിനിമ ഇത്തരം ചെറിയ സിനിമ പുതിയ സംവിധായകർ ചെയ്യാമെന്ന് ഒരു തീരുമാനിക്കാൻ സ്വപ്നപ്പോഴും വലിയ പ്രൊഡ്യൂസറും കൂടെയാണ്. അത്ര ഒരു തീരുമാനം ഞാൻ തന്നെ അതിനകത്ത് നായകൻ, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഒരു കാരണമുണ്ടാവും. ഒരുപാട് പുതിയ ഡയറക്ടേഴ്സായിട്ട് നമുക്ക് സിനിമ ആർട്ടിസ്റ്റ് അപ്പം അതും പുതിയ ഡയറക്ടർ വലിയ ബഡ്ജറ്റ് കൂടിയായിരുന്നു. അത് നമുക്ക് വലിയ റിസ്ക് ആയിരുന്നു. അത് മെയിൻ ആക്ടേഴ്സ് അല്ലല്ലോ ഇവരും വന്ന് ഇവരുടെ കഥ കൊണ്ട് നമുക്ക് ഒരു സന്തോഷപ്പെട്ടു. അവരിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ആക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ കഥയ്ക്ക് അനുയോജ്യമായ ആക്ടർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമുക്ക് 1-2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ 1-2 ആക്ടേഴ്സിനോട് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2-3 പേരായിരുന്നു നമുക്ക് അതിലുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ വിട്ടിട്ട് സംസാരിക്കുന്നത് ഒരു മൂവി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, സംസാരിക്കുന്നത്. പക്ഷെ അത് അങ്ങനെ ആ ഡിസ്കഷനിലാണ് ഞാനോട് പറയുന്നത് എനിക്ക് ഒരു പ്രോജക്റ്റ് ഉണ്ട്, ഞാനൊന്ന് കേൾക്കണം. അത് കേട്ടു, ഞാൻ ഇഷ്ടമായി, അങ്ങനെയാണ് ഞാൻ പ്രോജക്റ്റ് ഓണാണ്.
ഞാനപ്പോ റെഡിയല്ലായിരുന്നു. അത് ചാൻസ് ചോദിച്ചാൽ ഇല്ല, അത് ഉണ്ട്. ചാൻസ് ആണ്. ആ പ്രൊഡ്യൂസർ ഒരു പടം ഇതുവരെ ഓടിയിട്ടില്ല. ഇറങ്ങിയിട്ടില്ല. ഒരു പടം ഇറങ്ങിയിട്ടില്ല. ഓടിയിട്ടില്ല പലതും. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രൊഡ്യൂസർ ഞാൻ ചോദിക്കട്ടെ ഈ പ്രൊഡ്യൂസർ ഇപ്പൊ ഇവിടെ വെച്ച് ഒരു തീരുമാനം എടുക്കുകയാണ്. ഞാൻ ഡയറക്ടർ എന്ന നിലയിലേക്കാണ് ആദ്യം വന്നത്. ഇവിടെ വെച്ച് പ്രൊഡ്യൂസർ ഇപ്പോ ചെയ്യാൻ തയ്യാറാണ്, ഡയറക്ട് ചെയ്യാൻ തയ്യാറാണ്. കൈ കൊടുത്ത് ഇവിടെ ഉറപ്പിക്കാൻ നമുക്ക് ഒരു പുതിയ സിനിമ കിട്ടും. നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അച്ഛനെ അത് കൊടുത്തിട്ടില്ല. അച്ഛനെ കൊടുത്തിട്ടില്ല. നിങ്ങൾ എന്തോ സ്ക്രിപ്റ്റ് കൊടുക്കുന്നില്ല. പുള്ളി എഴുതണ ഇപ്പോഴും തയ്യാറാണ്. നാളെ ഇത് ഒരുമിച്ച് നമ്മൾ ചോദിക്കും. നാളെ ഓക്കെ ആണല്ലോ. സോമേട്ടൻ വേറൊരു കാര്യം ചോദിച്ചത്, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ പുതിയ താരങ്ങളാണ്, പാർട്ടിക്സിലാണ് പുതിയ താരങ്ങളാണ്, അങ്ങനെയാണ് പുതിയ സംവിധായകരാണ്. ഇവരൊക്കെ ഒന്ന് ഹിറ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ മേഡത്തിന് തിരിഞ്ഞു നോക്കാറുണ്ട്, മേഡം വിളിച്ചാൽ ഫോൺ എടുക്കാറുണ്ട്. നമ്മളപ്പോഴത്തേക്ക് അടുത്ത പ്രോജക്റ്റിലോട്ട് പോവുമല്ലേ, അവര് വിളിച്ചാൽ സംസാരിക്കും, വിളിച്ചെന്തെങ്കിലും വിഷമമില്ല, അവർക്കൊരു ഫ്യൂച്ചർ ഉണ്ടായല്ലോ, പിന്നെ അവർ അതുമായിട്ട് മുമ്പോട്ട് പോവുമല്ലോ. നമുക്ക് സന്തോഷമാണ്. പിന്നെ നമ്മളൊരു മൂവി വലിയൊരു ഡയറക്ടർ ആവുമ്പോൾ നമ്മൾ പ്രൊഡ്യൂസറാണ് ഏറ്റവും റിസ്ക് എടുക്കുന്നത്. അതിൽ വിജയിച്ചു വരുമ്പോൾ അവരുടെ കഴിവുണ്ട്. പിന്നെ അത് ഫ്യൂച്ചറിൽ വിളിക്കാത്ത പ്രശ്നമല്ല. അല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി വിഷയങ്ങൾ മേഡത്തിനാണ് കൊണ്ടായിട്ട് അതിനൊരു പ്രസിഡന്റ് ഇപ്പോഴാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. മേഡത്തിനും കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അത് വല്ലാത്ത വിഷമത്തിലേക്ക് മേഡം എത്തിയായിരുന്നു. വലിയ ഇടപെടലൊക്കെ ഉണ്ടായി. പിന്നെ ഒരു സിനിമയ്ക്ക് അവരെ സമീപിക്കണമെന്നോ അവരുമായിട്ട് ഇനി ഒരു കൈകോർത്തൊരു സിനിമ ചെയ്യണമെന്നോ വല്ല ആഗ്രഹമുണ്ടോ? ഇൻഡസ്ട്രിയിലെ എല്ലാ പിണക്കവും ടെമ്പററി ആണല്ലോ. നമ്മൾ ആരും പെർമനന്റ്ലി ഒന്നും കൊണ്ട് നടക്കില്ല. ചിലപ്പോൾ ഞാൻ പിണവും വീട് സിനിമ ചെയ്യും. സിനിമ ചെയ്തതിനു ശേഷം പടം കണ്ടത് ഒന്നും പെർമനന്റ് അല്ലല്ലോ. ആ സമയത്ത് ജയിലർ വന്നപ്പോ ജയിലർ വന്നൊരു കാര്യം ഇപ്പൊ തക്കിലേക്ക് വരുമ്പോ അതില് ഞാന് അറിഞ്ഞുകൊണ്ടാണ് ഇത്ര ധൈര്യമുള്ള ഒരു കാര്യമുണ്ട്. സത്യം അല്ല, ആ ധൈര്യം എനിക്ക് ജനിച്ചു പോകുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അത് നമ്മുടെ സുഹൃത്ത് ഡയറക്ട് ചെയ്ത സിനിമയാണ് ബാലുന്നുണ്ട്. അവനെ ആ പുള്ളിയാണ് നായകൻ. അപ്പൊ എന്നെ ഒരു അര ദിവസത്തേക്ക് ഞങ്ങളുടെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനത് വളരെ അതാ പറഞ്ഞേ, അവൻ വിളിച്ചാലും ഞാൻ പോകും, നീ വിളിച്ചാലും ഞാൻ വരും, അത്രേ ഉള്ളൂ. നമ്മുടെ ജോലിയല്ലേ. അതിൽ ഞാൻ അതിനകത്ത് ഒരു അര ദിവസത്തെ അല്ലെങ്കിൽ ഒരു 1-2 സീനിൽ മാത്രമേ ഉള്ളൂ. എന്താണ് നമ്മൾ എന്താണെന്ന് സ്വീകരിക്കും, അത്രേ ഉള്ളൂ. ഏതാ അത് നിങ്ങൾ ഉപയോഗിക്കുന്നില്ലേ? അപ്പൊ പിന്നെ അവരെ ഉപയോഗിച്ചോട്ടാ. നന്ദി. എന്താ അതല്ല, ഒരു കാര്യം ചെയ്യണം. എയർക്രാഫ്റ്റിന് തലക്കത്തെ പ്രശ്നം പറ്റിയില്ല. അതാണ് എയർക്രാഫ്റ്റിന് എനിക്ക് പ്രശ്നം പറ്റിയില്ല. അതിന് മറ്റേ സ്റ്റൊമക്കിന്റെ അങ്ങനെ എന്തോ ചോദ്യം ചോദിക്കാൻ സൃഷ്ടി കമ്മിറ്റി അവനൊക്കെ പറയുന്നത് കോമഡി ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ വർക്ക്ഔട്ട് ആയിട്ട് ആ ക്യാരക്ടർ കംപ്ലീറ്റ്ലി കൺവേ ആയിട്ടുണ്ട്. ചേട്ടനായിരുന്നുള്ള ഒരു പ്രിപ്പറേഷൻസ് പറഞ്ഞല്ലോ, കുറെ മാസം വെറുതെ നന്നായിട്ട് ചെറിയ സമയം കിട്ടി. അതാണ് സത്യം. എന്റെ അടുത്ത് വന്നപ്പോ തന്നെ പറഞ്ഞു, ചൂസ് ചെയ്ത് അവസരം എന്റെ അടുത്ത് എത്തിയില്ലായിരുന്നു. പടങ്ങളൊക്കെ വരുമ്പോൾ ഓരോരോ ക്യാരക്ടർ പലതും പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചില സജഷൻസ് പറഞ്ഞിട്ട് എപ്പോൾ റെഡി ആയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് മുമ്പ് തന്നെ തെരുവറന്നിന് പോയപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം പറഞ്ഞു മര്യാദയ്ക്ക് വരണം പടങ്ങൾ ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾക്ക് കുറച്ച് വാതിലുകൾ തോന്നിട്ടുണ്ട്. ഞാൻ ഇന്ദ്രദീപിന്റെ അടുത്ത് പടം തുറന്നതിന്റെ തലേദിവസം ഞാൻ പറഞ്ഞു, വീശ പരിപാടി കണ്ണൂർ സ്കോഡിന്റെ ആ ഒരു പരിപാടി ഗോൾഡൻ വീശ എടുക്കുന്ന പരിപാടി എനിക്ക് അവര് പറഞ്ഞാണോ ഞാൻ പറഞ്ഞെങ്കിൽ ഓർമ്മയില്ല. ഞാൻ പറഞ്ഞു അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ബെഞ്ചിന്റെ ആളുടെ മാട്രസ് നിന്നിട്ട് ചെയ്തു വെച്ചത് എഡിറ്റിലൊക്കെ നമ്മൾ കുറെ പോയി ചീപ്പ് എടുത്തിട്ട് നമുക്ക് തലയിരുന്നതും പിന്നെ വീശ ഇല്ലാത്ത വീശയുടെ മുകളിൽ ചെയ്തതും. പിന്നെ
അത് പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഓവർഡി മോഡായി പോകുന്ന സമയത്ത് വളരെ എന്റെ അഞ്ചിനെ പോലെ തന്നെ ഞാൻ പറഞ്ഞിട്ട് കുറച്ചോളം നാം തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കുറച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അത് തിയേറ്ററിൽ വന്ന് പോകുന്നതിനൊക്കെ നല്ലതാണ്. കൂടുതലൊരു ഗോയാക്ടർ പറഞ്ഞായിരുന്നു. ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ പുള്ളിയുടെ പടത്തിന്റെ ക്യാമറമാൻ നമ്മുടെ കണ്ണൂർ സ്പോട്ടിന്റെ ഡയറക്ടറായിരുന്നു. ഇവരൊക്കെ ഓൾറെഡി സൗഹൃദങ്ങളുണ്ട്. അപ്പൊ പല വളരെ ഒരുമിച്ച് ചെയ്തിട്ട് പോകുന്നു. ഒന്നും പറഞ്ഞിട്ടില്ല, എന്നാലും നമുക്കറിയാം. അല്ല, ഞാൻ മൂന്നാമത്തെ പോലീസ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. അത് ആദ്യത്തെ പോലീസ് ക്യാരക്ടർ വാർത്തകൾ എന്ന് പറയുന്ന സിനിമയില് പോലീസ് കോൺസ്റ്റബിൾ CPO ആയിരുന്നു. ഇനി ജഗന്റെ മൂവിയില് പക്ഷെ ഇതൊക്കെ അൾട്ടിമേറ്റ്ലി ഇതിന്റെ ഡയറക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോ നമ്മളിപ്പോ ഞാനോ അജു അല്ലെങ്കിൽ മ്യൂസിക് ചേട്ടൻ അല്ലെങ്കിൽ ചേട്ടൻ ഒക്കെ സെറ്റ് ആണെങ്കിൽ ഉഴപ്പാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. മനസ്സിലായില്ലേ? ഹൈ ചാൻസസ് ഓഫ് ഉഴപ്പിന് സാധ്യതയുണ്ട്. കാരണം എല്ലാത്തിനും ഉഴപ്പ് ചിലപ്പോൾ നമുക്ക് കണ്ടതല്ല. പക്ഷെ അവിടെ സംവിധായകനോട് നമുക്കൊരു ബഹുമാനവും ഒരു കടിഞ്ഞാണ് കൺട്രോളും സംവിധായകൻ എന്തായാലും ഉണ്ടാവും. അത് എന്റെ ചേട്ടന്റെ സെറ്റിൽ പോയപ്പോഴും ഞാനുണ്ട്, ബേസിലുണ്ട്, അവിടെ നീരജുള്ള ദിവസമുണ്ട്. നമ്മള് ഭീകര ഉഴപ്പാണ് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ തന്നെ. പക്ഷെ അവിടെ ഒരാളെ വന്നിട്ട് വടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അച്ചടക്കത്തോടെ അവിടെ പോയി ഇരിക്കും. ഇപ്പോ നീരജൻ ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്ന ദിവസം എന്നോട് പറഞ്ഞു, ഇങ്ങനെ എത്ര മണിക്കാണ് ഷൂട്ട്? അപ്പോ ഇവിടെ 6 മണിക്കൊക്കെ ഫസ്റ്റ് ഷോട്ട് വന്നു. 6 മണിക്ക് 6 മണിക്കൊക്കെ പട്ടി വന്നിട്ട് ഞങ്ങൾ 10 മണിയൊക്കെ വരും. ഞാൻ നോക്കുമ്പോ 6:10 അവിടെ വന്നിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോ അവിടെ അതുപോലെ ആളുണ്ടാവുമ്പോ കറക്റ്റ് അനുസരണയോടെ വരും. അപ്പൊ അവിടെ വലിയ ഇതൊന്നും കളിച്ചിട്ട് കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമകളിലെ വിജയപരാജയം നമുക്ക് തോന്നുന്ന ഈ സ്ക്രിപ്റ്റുകളിലെ ഒരു അപാകത. സ്ക്രിപ്റ്റുകളുണ്ട്, സംവിധാനം സ്ക്രിപ്റ്റിന് ഒരു ബലമില്ലാതെ വന്നു കഴിഞ്ഞാൽ സിനിമയ്ക്ക് വലിയ പരാജയം സംഭവിക്കുന്ന നിർമ്മാതാക്കളുടെ സംഘടനയിൽ പൊതുവെ പറയുന്നുണ്ട്. തിയേറ്ററോടുമാണ് പറഞ്ഞത് ഈ സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്ത് ഞാൻ ഒരു സുഹൃത്തുക്കളുടെ വലയത്തിലാണ് ഈ സിനിമ നമ്മൾ ചെയ്യാറുണ്ട്. ഈ സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ പുറകോട്ട് പോകാറുണ്ട്. എനിക്ക് തോന്നുന്നു, സ്വയമായിട്ട് എനിക്ക് തോന്നുന്നതാണോ നമ്മൾ ബന്ധം വയ്ക്കാത്ത എഴുതാണ്. സ്ക്രിപ്റ്റുകൾക്ക് ഒരു ബലമില്ലെങ്കിൽ സിനിമയ്ക്ക് ഒരു പരാജയം വലുതായിട്ട് സംഭവിക്കാറുണ്ട്. അതെന്താ സംശയം? അതല്ലേ ഫൗണ്ടേഷൻ. ഇത് ഉത്തരം ഉണ്ടല്ലോ. നമ്മൾ അഭിനയിച്ച സിനിമകൾക്കൊന്നും അതില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മൾ ഒരു സിനിമയിൽ അഭിനയിച്ചു. എന്തിനാണ് നമ്മൾ അഭിനയിച്ച സിനിമ? നമ്മുടെ സൗഹൃദത്തിന്റെ പുറത്തല്ലേ? അവിടെ നമ്മൾ സ്ക്രിപ്റ്റ് ചോദിച്ചു, ആരെങ്കിലും ചോദിച്ചു, നിങ്ങൾ ചോദിച്ചോ, ഞാൻ ചോദിച്ചോ, സ്ക്രിപ്റ്റിന്റെ ഫലത്തിനെ കുറിച്ച് അന്വേഷിച്ചോ? ഇല്ല. ബന്ധങ്ങളുടെ പുറത്തല്ലേ നമ്മൾ പോകുന്നത്. അപ്പോഴും ആ സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് വലിയ വലിയ ബാനറുകളാണല്ലേ. അവരൊക്കെ അവരുടെ ഒരു വിശ്വാസം ഉണ്ടാവുമല്ലോ. അവരും അറിയാവുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ അവരുടെ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ. നമ്മൾ അവരെ വിശ്വസിച്ച് പോകുന്നു. ചേച്ചിന് കേട്ടു. അപ്പൊ എനിക്കൊരു 90% ഓക്കെയാണ്. കാരണം ചേച്ചി അതുപോലെ ഒരു ബാനറിന് ഇത്രയും സക്സസ് റേറ്റിൽ ഒരു ബാനർ കേൾക്കുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവര് ഇതിന് കാശ് കൊടുക്കുള്ളൂ. അതുപോലെ നമ്മൾ ചെയ്ത സിനിമകളൊക്കെ തന്നെ അവർക്കൊക്കെ ആ സ്ക്രിപ്റ്റിനെ പുറത്ത് വിശ്വാസം ഉള്ളതാണല്ലോ. നമ്മൾ അവരെ വിശ്വസിച്ചിട്ടില്ലേ നമ്മൾ പോകുന്നത്. ഇത് പാളി പോകുന്ന എവിടെയാ? എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ പാളി പോവാം അല്ലെ. പടം ഷൂട്ടിനിടയിൽ പാളി പോവാം, അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ അതുപോലെ വർക്കൗട്ട് ആയില്ലെങ്കിൽ പാളി പോവാം. ഏത് ഘട്ടത്തിൽ വേണം പാളി പോവാം. പിന്നെ ചില സിനിമകൾ നമ്മൾ പറഞ്ഞ പോലെ എല്ലാവർക്കും യുനാനിമസ് ആയിട്ട് ഇഷ്ടപ്പെട്ടാലേ സൂപ്പർ ഹിറ്റിലോട്ടൊക്കെ ഒരു സിനിമ എത്തുന്നുള്ളൂ. യുനാനിമസ് ആയിട്ട് ഇഷ്ടപ്പെടണം. അപ്പൊ അത് വലിയ വലിയ എന്താ പറയുക, വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഒരു സിനിമ ഇഷ്ടപ്പെടുക എന്നുള്ളത്. ഇപ്പൊ ഇന്നിപ്പോ ഈ വർഷം ഇറങ്ങിയ എത്ര സിനിമകളാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ, ഞാൻ ആസിഫായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുമിച്ച് മോളുടെ പുറത്തിലേക്ക് ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. സർക്കിറ്റ് ഭയങ്കര നല്ല സിനിമയാണെന്ന് അഭിപ്രായം വന്നു. ഓക്കെ, ഇവിടുത്തെ റിവ്യൂസ് എല്ലാവരും തന്നെ നല്ല അഭിപ്രായം പറഞ്ഞു. എന്തുകൊണ്ട് തിയേറ്ററിൽ ആള് വന്നില്ല? എന്താണ് നല്ല സിനിമ വന്നു, നല്ല സിനിമയാണെന്ന് അഭിപ്രായം വന്നു. അപ്പൊ പുള്ളിക്ക് അതിന് വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി എന്നോട് പറയുന്നില്ല ആള് വരുന്നില്ല. അതെന്തുകൊണ്ടാണ്? നല്ല സിനിമയാണ്, ഇവിടുത്തെ റിവ്യൂസും ക്രിറ്റിക്സ് ഒക്കെ അഭിപ്രായം പറഞ്ഞിട്ടും തിയേറ്ററിലോട്ട് നല്ലതാണെങ്കിൽ പോലും തിയേറ്ററിലോട്ട് ആളുകൾ വരുന്നത് ഇപ്പൊ കുറഞ്ഞു ഭയങ്കരമായിട്ട്. അത്രയും ചൂസ് ചെയ്യുക ആൾക്കാർ. സിനിമ നന്നായതുകൊണ്ട് കാര്യമില്ല, എല്ലാ ഘടകങ്ങളും മാർക്കറ്റിംഗ് തൊട്ട് ഇത്രയും ഫാക്ടേഴ്സ് ഒക്കെ നന്നായി വന്നാൽ മാത്രമേ ഒരു സിനിമ ഇതുള്ളൂ. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് വേണ്ട സിനിമ. തിയേറ്ററിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള വകയുണ്ടെന്ന് കണ്ടാൽ മാത്രമേ ആൾക്കാർ ഇന്ന് തിയേറ്ററിലോട്ട് വരുന്നുള്ളൂ. അപ്പൊ അതിലുള്ള എക്സെപ്ഷൻ ആണ് പ്രിൻസ് പോലുള്ള സിനിമകൾ. കാരണം അതൊരു കുടുംബ ചിത്രമാണ്. സാധാരണ നമ്മൾ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു. കാരണം പ്രിൻസിന്റെ വിജയം എന്ന് പറയുന്നത് സാധാരണ കുടുംബ ചിത്രം. പക്ഷെ ദിലീപേട്ടന്റെ ഒരു ആവറേജ് സിനിമ പോലും, ഒരു ആവറേജ് ആയാൽ തന്നെ ദിലീപേട്ടന്റെ പടം ഹിറ്റാണ്. കാരണം കുടുംബ ജനപ്രിയനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ആവറേജ് സിനിമ വന്നാൽ തന്നെ അല്ലാണ്ട് അത് ഹിറ്റാണ്.
ഇപ്പൊ ഈ സിനിമ ഇപ്പൊ ഇത്രയും ആൾക്കാർ വരാൻ സാധ്യത, അല്ലെങ്കിൽ നമ്മൾ കണ്ടൊരു സാധനം വെച്ചാൽ ഇതിന് തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസമാണ്. കാരണം ഇതൊരു ഓർഡിനറി സിനിമയല്ല, ഇത് വെൽ മെയ്ഡ്, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള, ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ഈ പറഞ്ഞ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ സാധ്യതയുള്ള സിനിമ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പുഷ് ചെയ്യുന്നതും നമ്മൾ എടുത്തു പറയുന്ന കാര്യം അതാണ്. അപ്പോൾ ആ രീതിയിൽ ഇന്നത്തെ സിനിമക്ക് ഡെഫിനറ്റ്ലി തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ വേണോ? എന്തൊക്കെയോ ചോദിച്ചു, എന്തൊക്കെയോ വലിയ റിവ്യൂ ചെയ്തിട്ടുണ്ട് ആള് വരുന്നത്. സോ നമ്മുടെ സിനിമയ്ക്കാണ് നല്ല റിവ്യൂസ് ആണ്. റിവ്യൂസ് ആരും ഈ സിനിമ ഒരു മോശം പറഞ്ഞിട്ടില്ല. അതാ പറഞ്ഞത്, അതിനുവേണ്ടിയാണല്ലോ നമ്മളിപ്പോ ഈ സക്സസ് മീറ്റും ഇതെല്ലാം ഇതിന്റെ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ തിയേറ്ററിൽ ആൾക്കാരെ കൊണ്ടുവരാനും ആൾക്കാരെ അറിയിക്കാനും. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നിപ്പോ ഇവിടെയുള്ള പലരും കണ്ടു, ഇതിലുള്ള എത്രയോ പേരിനോട് പറഞ്ഞു ചേട്ടാ കൊള്ളാന്ന് പറയുന്നു, ഇവരൊരു 10 പേരെടുത്ത് പോയി പറയും. ഈ പറയുന്ന വേർഡ് ഓഫ് മൗത്ത് തന്നെയാണ് ഒരു സിനിമ എന്ന് വിജയിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു. ആൾക്കാർ 10 പേര് കണ്ട ആൾക്കാർ അടുത്ത 10 പേരെടുത്ത് പറയുമ്പോൾ അവർ പോയി കണ്ട് കാര്യമുള്ളൂ. കാരണം ഒരു പരിധി വരെ ഒന്നും ക്രിറ്റിക്സിനോ റിവ്യൂസിനോ അല്ലെങ്കിൽ എന്ത് നെഗറ്റീവ് റിവ്യൂസിനോ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല, ഒരു പരിധി കൂടുതൽ. അത് ഞാൻ പറഞ്ഞത് ഭയങ്കര സബ്ജക്റ്റീവാണ്. എനിക്കൊരു സിനിമ ഇഷ്ടമായി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെടണമെന്നില്ല, എനിക്ക് ഇഷ്ടമാകുന്ന സിനിമ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാം. അതുകൊണ്ട് ഇതിലൊരു കാര്യമില്ല, നിങ്ങൾ പോയി കണ്ട് തീരുമാനിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ കേസ്. ഇല്ല, ഞാൻ അത് ദിലീപേട്ടൻ സിനിമയില്ല. ദിലീപേട്ടൻ ആട്ടങ്ങൾ കഴിഞ്ഞിട്ട് ഞാനൊരു 10 ദിവസത്തിന് ഒക്കെ ഉള്ളൂ ആ സിനിമയിൽ. ഏഴ് സിനിമകളോട് അത് തീർച്ചയായിട്ടും ഒരു കൺട്രോൾ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. ഒരു പ്രൊഡ്യൂസർ എന്നുള്ള പേര് അടുത്തടുത്ത് വരുന്നുണ്ട് 6 സിനിമ. അത് ഞാനിവിടെ ഓരോരുത്തരുടെ ആഗ്രഹമാണല്ലോ എടുക്കാന്നുള്ളത്. കൺട്രോൾ ചെയ്യാൻ പറ്റണം. സൈഡിൽ നിന്നായാലും ഡിസ്ട്രിബ്യൂട്ടർ സൈഡിൽ നിന്നായാലും അത് ചിന്തിച്ച് തീരുമാനം എടുക്കാൻ പറ്റിയ സംഭവങ്ങളുണ്ട്. വലിയ പൈസ ഓഡിയൻസ് കേടുന്നുണ്ട്. അപ്പൊ അതൊരു ഇഷ്യൂ തന്നെ അല്ലേ? ഇപ്പൊ എല്ലാരും ഇത് കണ്ടോണ്ടിരിക്കുകയാണോ രജിസ്ട്രേഷൻ നടക്കുന്നത്? ഡെഫിനറ്റ്ലി എല്ലാവരും ഇത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അല്ല അതെന്താ വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം കുറച്ച് ഇതായിട്ട് ഇപ്പൊ സമ്മർ ടൈമാണ്, ഏപ്രിൽ മെയ് അവധിക്കാലമാണ്. ഇപ്പൊ ജൂൺ കഴിഞ്ഞാൽ മഴ തുടങ്ങും, അല്ലെങ്കിൽ സ്കൂൾ തുറക്കും. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ തിയേറ്ററിലോട്ട് ആൾക്കാർ മൺസൂൺ തുടങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ വരില്ല. അപ്പൊ ഈ സമ്മറിനെ സംബന്ധിച്ച സീസണാണ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ സിനിമ കാണാൻ വരുന്ന സമയമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ ആഴ്ചയും കഴിഞ്ഞ എല്ലാ ആഴ്ചയും തന്നെ 4 സിനിമകൾ ഉണ്ട്. കാരണം ഇതൊക്കെ തീരുമാനിക്കേണ്ടത് അതത് പ്രൊഡ്യൂസേഴ്സും അവരുമാണ് തീരുമാനം എടുക്കേണ്ടത്. ഇത് കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ബാധ്യതയല്ലേ ഇത് കൺട്രോൾ ചെയ്യുന്നത്. ആ ബാനറും ആ സിനിമയുടെ ബന്ധപ്പെട്ട ആൾക്കാരുമാണ് ഇത് തീരുമാനിച്ച് അവരുടെ സിനിമ ഞങ്ങൾക്ക് ഈ റിലീസ് വേണം, നമുക്ക് ഈ സമ്മർ കഴിഞ്ഞു പോയാൽ തിയേറ്ററിൽ ആൾ കയറില്ല എന്നൊക്കെ അറിഞ്ഞിട്ടാണ് അവർ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടായിരിക്കും അവർ റിലീസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്പർ ഓഫ് സിനിമകൾ എണ്ണം വളരെ കഴിഞ്ഞ കുറച്ച് വർഷത്തിനിടയിൽ ഒരുപാട് കൂടി. മാത്രം സിനിമകൾ ഈ വർഷത്തേക്ക് അത് കുറഞ്ഞു. പക്ഷെ കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷം കോവിഡിന് ശേഷമൊക്കെ ആൾക്കാർ, കാരണം എല്ലാവർക്കും ജോലി വേണ്ടേ, എല്ലാവർക്കും പണി വേണ്ടേ. കോവിഡിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ ഡിജിറ്റൽ മീഡിയ ഇതൊക്കെ വളർന്നത് എല്ലാം ഇതിനോടൊപ്പം അല്ലേ. ഡിജിറ്റൽ വളർന്നു, ഓൺലൈൻ വന്നു, ഇതൊക്കെ ഈ വളർച്ചയൊക്കെ സംഭവിച്ചതാണ്. അപ്പൊ ആൾക്കാർക്ക് ജോലി വേണം, പുതിയ പുതിയ സിനിമകൾ സംഭവിക്കണം. അപ്പൊ അത്രമാത്രം കോവിഡിന് ശേഷം സിനിമകൾ പെരുകി എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണം കൂടി. അപ്പൊ ഇതെല്ലാം അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഇതില്ല ഒരു വർഷത്തിനകത്ത്. അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാ ആഴ്ചയും 3-4 റിലീസ് ഇതിന് ശേഷം വന്നു. അത്രയും അത് പിന്നെ കുറെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വന്നു, OTT വന്നു, പാതി വഴിയിൽ നിന്നുപോയ കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, OTT റിലീസുകൾ വന്നു. അപ്പൊ ഈ ഡിമാൻഡും സപ്ലൈന്റെ മാറ്ററാണിത്. അപ്പൊ ഇപ്പോ ഈ പറഞ്ഞ 7 റിലീസും ഇതൊന്നും അസോസിയേഷൻ ഇതിനകത്ത് ഒന്നും ചെയ്യാനുള്ള ഇതില്ല. അതായത് ബാനറിന് ചെയ്യാന്നുള്ള മാത്രമേ. മാഡം ഈ അസോസിയേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ചോദ്യം